എന്താ നിങ്ങൾ ആകെ ഒരു ടെൻഷൻ? നാട് മൊത്തം ഇപ്പൊ അതിന്റെ പിന്നാലെ അല്ലേ? ഇന്നത് പട്ടാപ്പകൽ ആശുപത്രിയിലും കയറിയെന്നു. ഏതിന്റെ കാര്യം അങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ അതെല്ലാവർക്കും ഒരു തമാശയാണല്ലോ. ഇനി അതെന്നെ കൊണ്ട് തന്നെ പറയിച്ച് അടങ്ങുമെങ്കിൽ പറയാം. കരടിയുടെ കാര്യം തന്നെയാ. തന്തയായി പോയി. അല്ലെങ്കിൽ ഞാൻ ഇതിനെ അപ്പുറത്തേക്കൊന്ന് കെട്ടിയെടുക്കാൻ ഇവിടെ ആരുമില്ലേ? ആ വേട്ടക്കാരനെ കൊണ്ടുവന്നിട്ട് വല്ല പ്രയോജനം? അയാള് മനുഷ്യനെ കൊല്ലില്ലല്ലോ. അല്ലെങ്കിൽ നോക്കായിരുന്നു ഇതിനെ കൂടെ അങ്ങ് തട്ടിക്കളയാൻ. ഞാൻ കരടിയുടെ കാര്യം ഉദ്ദേശിച്ചത്. അവൻ നിന്നെയാ ഉദ്ദേശിച്ചതെന്ന്. ഒന്ന് പോയി തരാമോ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇപ്പൊ വന്നത്. കരടിയെ പിടിച്ച് കൂട്ടിലടയ്ക്കാത്തടത്തോളം കാലം മണികണ്ഠൻ ഇവിടെ പൊങ്ങില്ല. അഥവാ വന്നാൽ നാട്ടിൽ ഇത്രയും അക്രമം ഉണ്ടാക്കിയ കരടിയെ തുറന്നുവിട്ട കുറ്റത്തിന് അങ്കിൾ അവന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാം, പിടിച്ചകത്തിടാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം കരടിയെ വെടിവെക്കണ്ടെന്ന് വേട്ടക്കാരനോട് പറയുക. കരടി നാട്ടിൽ 1-2 പേരെ തട്ടട്ടെ, അപ്പോഴേക്കും പ്രശ്നം രൂക്ഷമാവും. ഏത് കാലം മറന്നുപോയി. മുത്തശ്ശ, മണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. മണിയുണ്ട് എവിടെ? സിഗ്നൽ കിട്ടി. സിഗ്നലോ? അഞ്ജു, എന്താ മോളെ? കരടിയോ? എവിടെ? എവിടാടാ കരടി? ഞാനൊന്ന് കാണട്ടെ. മോനെ, വെടിവെക്കാൻ ഓർഡറിട്ട് എന്നോട് പ്രതികാരം വിട്ടാൻ കരടി വന്നിട്ടുണ്ടാ. രക്ഷിക്കടാ മോനെ. ഞാനിപ്പോ എന്ത് അതിനെ ഒന്ന് ഓടിച്ചിട്ട് വാ. അപ്പൊ ഞാൻ ഓടിക്കാൻ വരുന്നത്. പക്ഷെ ഇന്ന് ഇത്തിരി ധൃതിയുള്ള ദിവസം. ദുബായിന്ന് ഷേക്സിന്റെ കോൾസ് വരും. ഞാൻ നോക്കായിരുന്നു. ബുദ്ധിയേക്കാൾ ശക്തിയേക്കാൾ വലുതല്ലേ ബുദ്ധി? അങ്ങോട്ട് ചെല്ല്. ഇതൊരു മാരണമായല്ലോ. അഭിമാനത്തിന്റെ പ്രശ്നവും ആയിപ്പോയി. കരടി കാട്ടിപ്പോയി കാണണേ ഈശ്വരാ. ഇനി ഒരു നിമിഷം കരടെ ജീവനോടെ വച്ചേക്കരുത്. ഉടനെ തട്ടിക്കളണം. ഇന്നലെ രാത്രി ഞാൻ ഈ ഏരിയയിൽ ഇല്ലാതായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ വെടിക്ക് ഞാൻ ഇവിടുത്തെ ജനലിന്റെ ചില്ലൊക്കെ തകർത്തിട്ടേനെ. അതെ, ഇങ്ങനെ ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യം എനിക്കില്ല. ഇവനെ ഇപ്പൊ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും പറഞ്ഞേക്കാം. നീ വേട്ടക്കാരന്റെ പ്രവൃത്തികൾ ഇടപെടരുത്, കളിയാക്കുകയും വരുത്. ഇനിയിപ്പോ ഞാൻ എന്ത് സൗകര്യമാണോ ചെയ്തു തരേണ്ടത്? പറയാം. ഇനി ഇവിടെ കരടിയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്നെ കൂടി ഈ വീട്ടിൽ താമസിപ്പിക്കണം. ഇവിടെ പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്. അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. എങ്കിലേ ഞാൻ വൈഫിനോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാം. ഓഹോ, വൈഫും ഉണ്ടല്ലേ? ഡിസ്കസ് ചെയ്യൂ. ഇങ്ങ് വന്നേ. വാ. അതെ, സാധാരണ ഈ വേട്ടക്കാര് നാട്ടിലോട്ട് ഇറങ്ങിയാൽ അവരെ ഒന്ന് കാണാനും സംസാരിക്കാനും പിന്നെ ടച്ച് ചെയ്യാനും ഒക്കെ പെമ്പിള്ളാർക്ക് വലിയ ഉത്സാഹം. പക്ഷെ ഇവിടത്തെ ആ ചരക്കിന് ഞാൻ പുറത്ത് കണ്ടതേയില്ല. സാധനം എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനിവിടെ താമസിച്ച അവള് വളയോ? വളച്ചോക്കെ ചിലപ്പോ വളയും. പക്ഷെ അതിനു മുമ്പ് നിന്റെ നാട്ടിൽ ഞാൻ ചവിട്ടി വളയ്ക്കും. എടാ, കരടിയെ വെടിവെക്കാൻ വന്ന അതങ്ങ് ചെയ്താൽ മതി. അല്ലാതെ ഈ വീട്ടിൽ താമസിച്ച് മറ്റു വല്ല ഉദ്ദേശമാണ് മനസ്സിലെങ്കിലേ വെടിവെക്കാൻ ഈ കൈ ഉണ്ടാവില്ല. വെട്ടി അരിഞ്ഞളയും ഞാൻ. വരട്ടരുത്. ഒരുപാട് ക്രൂരമൃഗങ്ങളെ വേട്ടയാടിയിട്ടുള്ളവനാ ഞാൻ. പക്ഷെ ആ വെടിവെപ്പ് നടക്കില്ലടാ. എന്റെ വൈഫ് സമ്മതിച്ചു. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അതെന്താ? എനിക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങോട്ട് മാറണോ? ഞാനിവിടെ താമസിച്ചാൽ മൊത്തത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതെ, ഈ ശരീരത്തിന്റെ സ്പെയർ പാർട്സ് കിട്ടാനേ വളരെ ബുദ്ധിമുട്ടാ. സാർ, 3-4 ദിവസമായിട്ട് മുഴുവൻ പട്ടിണിയിലല്ല. എന്തെങ്കിലും കഴിക്കാൻ തരണേ. അല്ലെ ഞങ്ങളുടെ യൂണിയനിലേക്ക് ഒരു 500 റുപ്പീസ് ഉദാരമായി സംഭാവന ചെയ്യണം. ഏത് യൂണിയൻ? ആൾ കേരള പിച്ചാസ് യൂണിയൻ. അപ്പുറത്തെങ്ങാണ് പോയി തന്നെടാ തണ്ടി. പോ.
ഭക്ഷണം കഴിച്ചിട്ട് നാളെ കൂടി ചേർത്ത് 3 ദിവസമായി. സാറ് പറഞ്ഞു ഇവിടെ ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന്. മോളെ അഞ്ചു, കുറച്ച് ചോറെടുത്ത് പുറത്തേക്ക് കൊടുക്ക. ചിക്കൻ ഉണ്ടല്ലേ? അങ്ങോട്ട് മാറിക്കടോ. അഞ്ചു അല്ലേ? അതെ. ഫാഷൻ പരേഡിന് പോവാണോ? താൻ കഴിച്ചു പോടാ. ഞാൻ പിച്ചക്കാരനല്ല, സുവാസുവാണ്, മണികണ്ഠന്റെ കൂട്ടുകാരൻ. ദേ, ഞാൻ മോളെ ഒന്ന് കാണാൻ വന്ന. മണികണ്ഠൻ ഇന്നലെ വന്നപ്പോ മോള് പേടിച്ചോടിയെന്ന് അവൻ പറഞ്ഞു. ഇന്നലെ വന്ന കരടിയില്ലേ? മണിയേട്ടനല്ലോ. ഏയ്, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അത് മോളുടെ മണിയേട്ടനാണ്, ഇപ്പൊ മണിക്കരടി. നീ യഥാർത്ഥ കരടിയെ കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മേക്കപ്പ് ഒറിജിനലാന്ന് എനിക്ക് തോന്നുന്നില്ല. സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. അത് ഞാനാണ് ഇതിനുള്ളിൽ നിന്ന് നിനക്ക് അറിയാവുന്നോണ്ട് തോന്നണതാ. ശരിക്കും കരടി ഇങ്ങനെ തന്നെയാ. ഇനി ഇത് അഴിച്ചെടുക്കുന്ന എങ്ങനെയാ? എന്തിനാ അഴിക്കണ്? ഞാൻ ഇനി അഴിക്കണില്ല. ഇതേ കോലത്തിൽ തന്നെ നിന്നെ കെട്ടും. എന്നിട്ട് നമുക്കുണ്ടാവും 3-4 കരടി കുട്ടികൾ. അയ്യേ, എന്തേ? എനിക്ക് വേണ്ട. ഡേ ചേട്ടാ, ഇത് ഉടനെ അഴിച്ചില്ലെങ്കിലേ നാട്ടിൽ നടക്കുന്ന സകല അനിഷ്ട സംഭവങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. അയ്യോ, ഒരു മണ്ടത്തരത്തിന് ചെയ്തു പോയ ബുദ്ധിയാ. ഇനി ഇത് അഴിക്കാനേ ഒരാള് വിചാരിച്ചാലേ നടക്കൂ. നമ്മുടെ മേക്കപ്പ് മാൻ സുന്ദരൻ. അയാൾക്കാണെങ്കിൽ ആശുപത്രി ഇറങ്ങാൻ നേരമില്ല. അഥവാ അയാൾ എന്നെ കണ്ടാലോ അപ്പൊ ബോധം കെട്ട് വീഴും. ജീവിതം കട്ടപ്പൊയ്യാവുന്നതിന് മുമ്പ് ഇത് അഴിക്കാനുള്ള റിമൂവർ തട്ടിയെടുക്കണം. ആ സുന്ദരൻ അറുപ്പുകാരുടെ വീട് ഞാനൊന്ന് റൈഡ് എടുത്ത് നോക്കട്ടെ. അയ്യേ, പശുവിന് ചാണിറാൻ കണ്ട സ്ഥലം അല്ല വൃത്തികേടാക്കി. ആരെങ്കിലും ഉണ്ടോ? എവിടെ കൊണ്ടുവച്ചേക്കണ അയാളത്? ആ, ഇതാണോ? ഈ പാട്ടല്ല, ഇതെന്ത്? അമ്മേ, മാക്ടോള്. ആശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മനസ്സിനെന്തോ ഒരു കുളിർമ. സാറെ സൂക്ഷിക്കണം, ആ കരടി ഇനിയും പിടിച്ചിട്ടില്ല. ആ കരടിയെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഞാനിനി വീട് വിട്ട് പുറത്തിറങ്ങണ പ്രശ്നമില്ല. ഇവിടെ ആരോ കേറിയിട്ടുണ്ടല്ലോ. ഞാനാ സുന്ദരേട്ടാ. സുന്ദരേട്ടാ, സുന്ദരേട്ടാ, എന്ത് കത്താ നോക്ക്. വെള്ളമില്ല, ബ്രാണ്ടിങ് ബ്രാണ്ടി. സുന്ദരേട്ടാ, ഞാനാ. പേടിക്കില്ല, കരടി. നല്ല മണം. ചത്തിട്ടില്ല, വെള്ളം അടിച്ച് വീണതായിരിക്കും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാ. എടുക്ക്, പൊക്ക്. അങ്ങോട്ട് റഷ്യൻ സർക്കസിനെ പോലും വെല്ലുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 200-ൽ പരം സർക്കസ് താരങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ ജെമിനി സർക്കസ്. 5 ആനകളെ പകരം കൊടുത്ത് വാങ്ങിയ കരിമ്പുലി, സംസാരിക്കുന്ന ആസ്ട്രേലിയൻ തത്തകൾ തുടങ്ങി നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നടത്ത ശവം. കുതിര, കുതിര. പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പുന്നകை ചിന്തി. പാലും പഴവും കൈകളിലേന്തി കുതിരേ നടകുതിരേ. കരടി നിങ്ങളുടെ മുന്നിൽ വന്ന് ചാടിയിട്ടും അതിനെ പിടിച്ചില്ലെന്ന് വെച്ചാൽ അത് ഞങ്ങളെ മാന്തി പറിച്ചു സാറേ. അവസാനം നമ്മുടെ കുതിരയും കൊണ്ട് ആ കരടി പോയി സാറേ. ഒരുപാട് അന്വേഷിച്ചിട്ടും കുതിര തിരിച്ചു കിട്ടിയില്ല. അത് നമ്മുടെ തമ്പിന്ന് ചാടിപ്പോയ കരടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ഒരു കരടി ചാടിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു.
അത് ഞാനും അറിഞ്ഞു. പക്ഷേ ഇതൊരു നല്ല അവസരമാണ്, പാഴാക്കരുത്. ഓക്കെ. നമ്മൾ ആ കരടിയെ പിടിക്കുന്നു, എത്രയും പെട്ടെന്ന് തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നു. എന്നിട്ട് പണ്ട് നമ്മുടെ തമ്മിൽ നിന്ന് ചാടിപ്പോയ കരടിയാണ് നമ്മൾ സ്ഥാപിക്കുന്നു. കറക്റ്റ്. മണികണ്ഠ, എന്താണ് കേൾക്കുമ്പോ ഞെട്ടരുത്. ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഞെട്ടണോ വേണ്ടെന്ന്. നിന്റെ മുത്തച്ഛൻ പോയടാ. എങ്ങോട്ട് പോയി? ഇഹലോകവാസം വെടിഞ്ഞെന്ന്. ഏ? മരിച്ചു പോയെന്ന്. മുത്തശ്ശൻ ഈ രൂപത്തിൽ ഇങ്ങനെ കരയല്ലേ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് മുത്തശ്ശനൊന്ന് കാണണം. നീ അവിടെ ചെല്ലുമ്പോഴേക്കും ശവടക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പോയേ പറ്റൂ. മുത്തച്ഛന്റെ ചതയ്ക്ക് ഞാൻ തന്നെ കൊള്ളി വെക്കണമെന്ന് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു. എന്നൊന്ന് കൊണ്ടു വാസണ്ണ. വാസണ്ണ പ്ലീസ്. ഞാൻ നിന്നെ ദൂരേന്ന് കാണിച്ചു തരാം, അടുത്തേക്ക് വിടില്ല. ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞ നമ്മുടെ അവസ്ഥ അറിയാവല്ലോ. അറിയാം, എനിക്കൊന്ന് കണ്ടാ മതി. ശവദാഹത്തിന് മുമ്പ് നമുക്ക് അവിടെ വേഗം എത്തണം. പോവാം, വാ. ശരി. ഇറങ്ങിയോടാ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? എന്താടാ വണ്ടിയില്? ഫ്രിഡ്ജാ. എന്താടാ പുകയുന്നേ? ശരിയാ, പോയിന്നല്ലോ. അത് കംപ്രസർ കരിയുന്ന സേർട്ട് വലിക്കാടാ തെണ്ടി. നന്നാക്കാൻ കൊണ്ടുപോവാ. ലൈസൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ആ ശരി ശരി പൊയ്ക്കോ. ചെതയ്ക്ക് തീ കൊളുത്തേണ്ടത് മണികണ്ഠനായിരിക്കണമെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയായിരുന്നു. വേണ്ട, ആർക്കും വേണ്ടി കാക്കണ്ട, ഞാൻ ചെയ്തോളാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദൂരെ നിന്നേ കാണാവൂ, കുഴക്കരുത്. കുഴഞ്ഞോ? പോയി. അപ്പോൾ ആചാര വെടിയോടെ നമുക്ക് ഈ ചിതയ്ക്ക് തീ കൊളുത്താം. എടാ ഉജ്ജ്വല, വലിഞ്ഞോ, ഓടടാ, ഓടിക്കോ, ഓടിക്കോ. ഞാനാ മണിയ മുത്തച്ഛ. പിന്നാലുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ദയിപ്പിക്കേണ്ട ആവശ്യം വരില്ല. എല്ലെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. അതെന്തിനാ? പുഴയിലൊഴുക്കാൻ. ആ വേട്ടക്കാരനെത്തി. സാറേ, എന്താ? സാറേ, നിക്ക്. ഓടിക്കൊണ്ടിരിക്കുമ്പോ നിൽക്കാൻ പറ്റില്ല. എന്താണോ? ആ അത് കൊള്ളാം. കരടി വന്നപ്പോ വേട്ടക്കാരൻ പേടിച്ചോടാ. അങ്ങനെ പേടിച്ചോടിയതല്ല, വെടിവെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഓട്ടം നിങ്ങളുടെ ശീലമാണ്. എങ്കിൽ നമുക്ക് തിരിച്ചോടാം. അങ്ങനെ തിരിച്ചോടി ശീലമില്ല. അവരെല്ലാരും വേട്ടക്കാരനെ തിരക്കുന്നുണ്ട്. എന്തിന്? വെടിവെക്കാൻ വെടിവെക്കാൻ വെടിവെക്കാൻ. എന്നെയല്ല, പിന്നെ? കരടിയെ. ഓ, ഇപ്പൊ സമയം എത്രയായി? 3 മണിയായി. 3 മണിക്ക് വെടിവെച്ചാൽ കരടി ചാവില്ല. മൃഗശാസ്ത്രത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. വെറുതെ വെടിവെച്ചേക്കാം, ചാകണി ചാകട്ടെന്ന്. അല്ലെങ്കിൽ വേട്ടക്കാരൻ നാട്ടുകാരെടുത്തിട്ട് പൂശും. അവർക്ക് 3 മണി ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, കരടി വന്നു. പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോയിക്കോ. എല്ലാരും മാറിക്കോ. എവിടെ കരടി? എന്നെ കണ്ട് കരടി മുങ്ങാതെ ശ്രദ്ധിച്ചോളണം. എന്താ ഇത്? സമയത്ത് മറ്റൊരു ജീവിയെ കൊന്നാ മുത്തശ്ശന്റെ അമ്മ പൊറുക്കില്ല കേട്ടോ. ആ, അത് ശരിയാ. എങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ വെടിവെക്കാം. വെടിവെക്കണോ? വെടിവെക്കാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വേട്ടക്കാരോട് ആജ്ഞാപിക്കരുത്, ആജ്ഞാപിക്കരുത്. കരടി വെടിവെച്ച് അത് മുന്നോട്ട് വന്ന് ആക്രമിക്കും. വെടികൊണ്ട കരടി ഇത് കേട്ടിട്ടില്ലേ? വെടികൊണ്ട പന്നിന്നല്ലേ കുട്ടി? 10-20 പേരെ കൊലക്കി ഓടിച്ചിട്ട് കരടിയെ കൊല്ലാൻ നോക്കണ്ട കേട്ടോ. ഇവൾക്ക് ഇതെന്ത് പറ്റി? അതെ അതെ, കുട്ടി പറയുന്നതിലും ചെറിയ കാര്യമുണ്ട്. എന്ത് കാര്യം? പറയാം. ഈ 1998-ൽ ഞാൻ ഇതുപോലൊരു കരടിയെ നിർത്തണോ? ചുട്ടുതന്നാനുള്ള പരിപാടിയാണ്. ഉന്നം തെറ്റിക്കരുത്. ഉന്നം എന്നെ പഠിപ്പിക്കണ്ട. വെക്കണോ വരി? കരടി വീണോ? കരിക്ക് വീണു. അപ്പൊ കരടി എന്ത് ചെയ്യും? വാസണ്ണ, വാസണ്ണ, വണ്ടി വിട്ടോ. ആ തെണ്ടികൾ പിന്നാലെയുണ്ട്. Come on.
കുറച്ചിട്ട് വിട്ടോ പോട്ടെ, വേഗം പോട്ടെ. ഇത് തന്നെ കേറ്റി വട്ടം വെക്കണം അങ്ങോട്ട്. എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നത്? എന്തിനാ വണ്ടി തടഞ്ഞത്? കരടിയെ തൂക്കി വണ്ടി കയറാം. നിങ്ങൾ കരടി പിടുത്തക്കാരൻ. നീ ഇവിടെ വന്നിരിക്കാം. ഒരു കൈത തന്നെ പിടിച്ചു കേട്ടടാ. സഹായിക്കില്ലല്ലേ? നിനക്ക് വേണ്ടി എന്റെ പെർമനന്റ് ഉദ്യോഗം കളഞ്ഞ് നിന്നോടൊപ്പം കൂടിയവനാണ് ഞാൻ. എനിക്കൊരു അപകടം വന്നപ്പോ നീ ആപ്പിലാക്കിയല്ലടാ മണി. ശനിദിശയിൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പോലും ഒരു വിനായക തൂമ്പിൽ അകപ്പെട്ടു. ശുക്രദശയിൽ എനിക്ക് ഈ ഗതിയാണെങ്കിൽ ശനിദിശയിൽ എനിക്ക് എന്ത് ഗതിയായിരിക്കും എന്റെ ശ്രീകണ്ഠേശ്വര. ഇത് നമ്മളൊന്ന് തുറന്നു വിട്ട കരടിയല്ലേ? അത് ചെറുതല്ലേ? അത് വലുതായി കാണും. പാവം, അന്ന് നിന്നെ ഞങ്ങൾ തുറന്നു വിട്ടതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വന്നത്? ഡാഡി വരുന്നു. അപ്പൊ നല്ല ഒത്ത കരടി. ഇവൻ ഈ തമ്പിൽ ഒരു വിലസ്. ഇനി കരടിയെ പിടിച്ചതറിഞ്ഞ് ആരെങ്കിലും അന്വേഷിച്ചു വരുന്നതിന് മുൻപ് നമുക്ക് ഇതിനെ വെച്ച് പരിപാടി അവതരിപ്പിക്കണം. അതെ, സർക്കസ് കാണിക്കുന്ന കരടി സർക്കസുകാരുടെ കരടിയാണെന്ന് ആരും കരുതൂ. അതിന് കരടിയെ ട്രെയിൻ ചെയ്യിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? നമ്മുടെ പഴയ ഫെർണാണ്ടസിനെ വരുത്തിയാലോ? ഗുഡ്. നമസ്കാരം. പേടിക്കണ്ട, ഞാനൊരു ഞരമ്പ് രോഗിയാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. എവിടുന്നാ? ഇതല്ലേ ട്രെയിനർ ഫെർണാണ്ടസിന്റെ വീട്? അതെ അതെ. പുള്ളി ഒന്ന് കാണാൻ പറ്റും? പിന്നെന്താ, കാണാലോ. ഇരിക്കുന്നു. അദ്ദേഹം മരിച്ചുപോയാ? മരിച്ചുപോയില്ല, കാറ്റ് പോയിട്ട് ഒരു 6 മാസം കഴിഞ്ഞു. എന്താ കാര്യം? ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ആ. ഞങ്ങൾ ജെമിനി സർക്കസിന് വരിക. ആ, ശരി. ഒരു കരടിയെ ട്രെയിൻ ചെയ്യിക്കാൻ കുറച്ച് അഡ്വാൻസ് കൊടുക്കാൻ വന്നതാ. അഡ്വാൻസോ? അതെ, എത്രയുണ്ട്? ഒരു 10,000. 10,000 രൂപയോ? അതെ, ആ അഡ്വാൻസ് ഇങ്ങത്താ. അഡ്വാൻസ് കൊടുത്താൽ മരിച്ചു അദ്ദേഹം തിരിച്ചു വരൂ? മരിച്ചുപോയ അദ്ദേഹമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ കരടിയെ ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രം പാർട്ടി ഞാൻ തരാം. അതാരാ? മരിച്ചുപോയ ഫെർണാണ്ടസിന്റെ ഏക മകൻ നെൽസൺ. എന്റെ പൊന്നാര അളിയൻ. സിംഹം, കടുവ, പുലി, കാണ്ടാമൃഗം, മയില് തുടങ്ങിയ വന്യമൃഗങ്ങളെ വിരൽ തുമ്പിലിട്ട് ഇങ്ങനെ ഇങ്ങനെ അപമാനമാടുന്ന വീരശൂര പരാക്രമി. പിടി. ഈ നെൽസനെ ഒന്ന് കാണാൻ പറ്റുമോ? നെൽസൺ മണ്ടേലെ വരൂ. തിങ്കളാഴ്ച വരുള്ളൂ. സാർമാര് ധൈര്യമായിട്ട് പോയിട്ട് വന്നാട്ടെ. അദ്ദേഹം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു സിംഹക്കുട്ടിയെ പിടിക്കാൻ കടുവാക്കുളത്ത് പോയിരിക്കാം. എന്താ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പട്ടി. പട്ടീനെ വിളിച്ചാലുണ്ടല്ലോ. പട്ടിന്ന് വിളിച്ചല്ലളിയാ, എന്നെ പട്ടി അടിക്കാൻ ഓടിച്ചു എന്ന് പറഞ്ഞതാ. ഇതുപോലുള്ള വേഷമിട്ട് നടന്ന പട്ടിയല്ല പൂച്ച വരെ ഇതിനെ ഓടിക്കും. കണ്ടില്ലേ, പൂച്ചയും പാറ്റയും വരെ പേടിക്കുന്ന ആളെയാ റിംഗ് മാസ്റ്ററായിട്ട് സർക്കസിൽ വിടാൻ പോണത്. സർക്കസിലോ? ചുമ്മാ ഇരി, ഞാൻ പറഞ്ഞോളാം. അല്ലളിയാ, അളിയൻ എന്റെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയ കാശേ എപ്പോഴാ തിരിച്ചു തരുന്നേ? അത് ജോലി കിട്ടുമ്പം തരും. പെൻഷൻ പറ്റാൻ പ്രായമായ അളിയന് ഇനി എവിടുന്നാണ് ജോലി? അതുകൊണ്ട് തന്നെ കിട്ടുമ്പം തരാന്ന് പറഞ്ഞത്. അളിയാ നില്ലളിയാ. എന്നാലേ എന്റെ പൊന്നളിയെ ഇനി വിഷമിക്കണ്ട. എനിക്ക് കിട്ടാനുള്ള രൂപ 10,000 കിട്ടി. അയ്യോ, എവിടെ നീ കാശ്? ആര് തന്ന്? അത് നിന്റെ ജോലിയുടെ അഡ്വാൻസ്. എന്ത് ജോലി? വേറൊന്നുമല്ല, അളിയന്റെ അപ്പൻ പാട്ട് സർക്കസ് ചെയ്തില്ലേ? സർക്കസ് എന്ന് കേൾക്കുന്നത് എനിക്ക് പേടിയാ. സർക്കസില് ഹരി എന്ന ആനയുടെ ചവിട്ടേറ്റ എന്റെ അപ്പം മരിച്ചത്. അളിയാ, ആ ഹരിയാന ചെരിഞ്ഞു. മൃഗങ്ങളുമായി ടച്ച് ചെയ്യുന്ന ഒരു പരിപാടിക്കും ഞാനില്ല. എങ്ങനെയെങ്കിലും ഒരു വിസ ശരിയായി കിട്ടിയ ഞാൻ വല്ല ദുബായിലും പോയി കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. ദുബായിലേക്കുള്ള എളുപ്പ വഴിയാണ് ഈ സർക്കസിന്റെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഈ സർക്കസുകാര് അടുത്ത മാസം ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അവരോടൊപ്പം അളിയനും പോകുന്നു. ആരും കാണാതെ മുങ്ങുന്നു. അളിയന്റെ ഇഷ്ടപ്രകാരം കൂലിപ്പണി ചെയ്യുന്നു. അളിയൻ ഒരു കോടീശ്വരനായി ഇവിടെ മടങ്ങി വരുന്നു. എപ്പടി? നിർബന്ധമാണെങ്കിൽ ഓക്കെ. എങ്ങനെ നാളെ തന്നെ ജോയിൻ ചെയ്തോ? അല്ല, എനിക്ക് ട്രെയിനർ പണി അറിയത്തില്ല. മൃഗങ്ങളെ കാണുന്നതന്നെ എനിക്ക് പേടിയാ. അളിയാ, തത്ത മൃഗമാണോ? അല്ല, പക്ഷി. അല്ല, ഒരു തത്തയെ പഠിപ്പിക്കാൻ 10,000 രൂപയോ? അല്ല, ഞാൻ എന്താണ് തത്തയെ പഠിപ്പിക്കേണ്ടത്? അത് വളരെ സിമ്പിൾ ആയിട്ട് വല്ല ലോറി ഓടിക്കാനോ കാർ ഓടിക്കാനോ പഠിപ്പിച്ചാൽ മതി. അയ്യോ, എന്നെ കൊണ്ട് കാർ ഓടിപ്പിക്കാനും ലോറി ഓടിക്കാനും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് പഠിപ്പിക്കാൻ പറ്റും? എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം എന്ത്? തത്തമ്മേ പൂച്ച പൂച്ച.
മതി ഇത് മതി പൊന്നളിയാ ഒന്ന് പതുക്കപ്പോ. പതുക്കെ പോയാലും സ്പീഡിൽ പോയാലും എന്റെ അന്ത്യം ഇതിനകത്ത് തന്നെ അളിയാ. അളിയാ, കൈയും കാലും മറക്കണം. എന്റെ അച്ഛനെ കൊന്ന സാധനം താ നിൽക്കുന്ന ആന. അത് ആനയുടെ കീഴിലോട്ട് പോ. ഇതിനകത്ത് മനുഷ്യരൊന്നും ഇല്ലേ? കുതിരയും പുലിയും കഴുതയൊക്കെ ഉള്ള. നല്ല വെയിറ്റ് പിടിച്ച് നിന്നോളേ. ആരെയും കാണുന്നില്ലല്ലോ. തത്തമ്മയെ അല്ല, ഈ തത്തമ്മയെ പഠിപ്പിക്കേണ്ട ഇങ്ങനെ ഉരുവിട്ട് നോക്കിയതാ. ആള് വരുന്നുണ്ട്. അറിയാൻ ഞാൻ പറഞ്ഞ പോലെ ധൈര്യമായിട്ട് ധൈര്യം ഉണ്ട്. വെൽക്കം വെൽക്കം. വെൽക്കം വെൽക്കം. ഐ ആം റൊസാരിയോ. I am Antonio. This is Nelson. Ring Master Nelson. ഇതിനു മുമ്പ് വല്ല മൃഗത്തെയും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? അതിന് ഇഷ്ടം പോലെ. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ മൃഗം ഞങ്ങളുടെ നാട്ടിലിറങ്ങി. എന്ത് മൃഗം? എന്ത് മൃഗം? ആന. ആന. അതെ അതെ, 5 ആന ഉത്സവത്തിന് വന്നു. ഉത്സവത്തിനോ? അല്ല, അത് പിന്നെ ഈ ഉത്സവത്തിന് വരുന്നത് പോലെ ഇങ്ങനെ വരി വരിയായി വന്നു എന്ന് പറയുമായിരുന്നു. 5-8 കാട്ടാന ഒന്നിച്ച് വന്ന എന്ത് കാട്ടാന. ആ 8 ഒറ്റയാനയും. ഒറ്റയാന 8? ഓ, ആ 8 ഒറ്റയാനയും ഒറ്റ രാത്രി കൊണ്ട് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യിച്ച് അടുത്ത വർഷം ഉത്സവത്തിന് ഇറക്കിയ ആന ഈ നിൽക്കുന്ന. വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? തത്തമ്മേ, പൂച്ച പൂച്ച. പൂച്ചയോ? അത്രയ്ക്ക് നിസ്സാരമാണെന്ന്. ഓക്കെ, കം ഓൺ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അയ്യോ. ഏയ് വരൂ. അതായിരുന്നു. അളിയ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടക്കമുള്ള. ഇല്ല. ഏയ് കം ഓൺ. ദേ, കമോണി. എവിടെ തത്ത? സത്തയോ? ഞങ്ങള് നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു കരടിയെ. അല്ല, അദ്ദേഹം ഒരു സിംഹത്തെയോ പുലിയോ ആണ് പ്രതീക്ഷിച്ചത്. കരടിന്ന് കേട്ടപ്പോ അയ്യേ ഇത്രേ ഉള്ളോ, അത്രേ ഉള്ളൂ. എനിക്ക് ഒരാഴ്ചക്കകം വേദിയിൽ അവതരിപ്പിക്കണം. നടക്കോ? നടക്കില്ല. നമുക്ക് പോവാം. കാശ് എത്ര വേണേലും ഞാൻ തരാം. എനിക്ക് ഒന്നും വേണ്ട. അളിയാ. അയ്യോ, ഇനി പുള്ളിക്കാരൻ പിണങ്ങിപ്പോയാ. അയ്യയ്യയ്യയ്യേ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ കൂടി എടുത്ത് കൈ വെച്ചോ. കാശ് കണ്ടാലേ അദ്ദേഹം വീട് കേട്ടോ. Ring Master. ഇറങ്ങി പോടാ. അളിയാ, പോവല്ലേ. അയ്യോ അയ്യോ അയ്യോ, എന്റെ പൊന്നളിയാ. അളിയോ, എവിടെ പോവാ? ഞാൻ എന്റെ ഉയിരെ കൊണ്ട് വീട്ടിൽ പോവാ. അളിയോ, അളിയൻ ആ തമ്പ് മാനേജറെ ശ്രദ്ധിച്ചായിരുന്നു? ഒരാരാച്ചാരുടെ ലുക്കില്ലേ? 5-6 കുത്തി മറത്തിയിട്ടുള്ളവനാ അയാള്. അഡ്വാൻസ് മേടിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുത്തി കുടലെടുക്കുവൻ. വായങ്ങോട്ട്. കർത്താവേ, ഞാനിപ്പോ സോഡാ കുപ്പിക്കകത്ത ഗോലി പോലെയല്ല. അങ്ങോട്ടും പോവാൻ പോയ, ഇങ്ങോട്ടും പോവാൻ പോയ. എന്നാലേ ഇങ്ങോട്ട് വാ. അറിയാ, എന്റെ ശരീരം കരടിക്ക് തീറ്റയായിട്ട് കൊടുത്തേ അളിയാ. ഇതാ ക്യാഷ്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എവിടെയാ കരടി? വരൂ, കാണിക്കാം. ഓ, അളിയാ, ധൈര്യമായിട്ട് പോണിയാ. അവര് കരടി ഉപദ്രവിക്കുവോ? വാ, നമുക്ക് പോയി നോക്കാം. എളിയാ. ആഹാ, നല്ല കൊഴുത്ത് മുഴുത്ത കരടി. എന്റെ അമ്മോ, ഹിമാലയൻ കരടി. എന്തൊരു രൂപം. അളിയനാ, കൂട്ടിനടുത്തേക്ക് വാ. അയ്യോ, എനിക്ക് പേടിയാ. മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടേ. എനിക്ക് വയ്യ. അയ്യോ, കൂട് പൂട്ടിയിട്ടുണ്ടോ നോക്ക്. അതൊക്കെ നന്നായിട്ട് പൂട്ടിയിട്ടുണ്ട്. കരടിക്കുട്ടാ, ഇങ്ങനെ എന്ന് പറഞ്ഞാ പോരാ, അതിനെ പുറത്തിറക്കി പഠിപ്പിക്കാൻ നോക്ക്. എല്ലാരുടെ മുമ്പിൽ അളിയ നല്ലൊരു ട്രെയിനറാണ് കാണിക്കട്ടെ. കരടി കൂടെ തുറക്കണം. എനിക്ക് പേടിയാ. ഞാനിപ്പോ ഓടും. അതെ, കയറ് കെട്ടി ഇറക്കിയാ മതി. സ്പെഷ്യൽ ട്രെയിനിങ്. ജാവോ ജാവോ. ഈ വഴി കൊണ്ടൊരു 10 അടി കൂടെ എല്ലാരും കാണട്ടെ. കരടി വയലന്റ് ആകുമോ? ഏയ്, വളരെ സൈലന്റാ. ഇന്നത്തേക്ക് മതി. ഇതിനെ പിടിച്ച് കൂട്ടിക്കേറ്റ്. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനൊന്നും അല്ല, ഞാൻ പഠിപ്പിക്കാം. കരടി, ഹാൻഡ്സ് അപ്പ്. കൂട്ടിക്കേറ്റ്. ഞാൻ പറഞ്ഞില്ല, ഇത് വയലന്റ്. ഇനി മുതൽ ആരും ഈ ട്രെയിനിങ് സ്ഥലത്തേക്ക് വരണ്ട. ആടുകളെ കണ്ടാൽ ഈ കരടിക്ക് വട്ടളവും. അഭ്യാസങ്ങൾ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. ഹിന്ദി ബോലോ. ഇവിടെ മലയാളം തന്നെ ശരിക്കും അറിഞ്ഞൂടാ. പിന്നെ ഞാൻ അവന്റെ കിണ്ടി. അതെ, തുമ്പക്ക് ജാവോ ജാവോ. എന്റെ പൊന്ന് കരടി, എന്നോട് ക്ഷമിക്കണം. ഒരു ദുബായ് ജോലി സ്വപ്നം കണ്ട് വന്നവനാ ഞാൻ. ദയവ് ചെയ്ത് എന്നെ കൊന്ന് വൈരാഗ്യം തീർക്കരുത്. മൈ ഡിയർ കരടി, പ്ലീസ്. ഞാൻ പാവം, ഒത്തിരി അടി കൊണ്ടു. അവര് പറയുന്നതൊക്കെ വേഗം പഠിച്ചാ തല്ലൂലാട്ടോ. വാ, പോവാം. മക്കള് നിന്നേൻ.
കരടി മാമനാ വിളിച്ചത്. ദേ കരടി സംസാരിക്കണോ? മക്കളുടെ പേരെന്താ? ഞാൻ പൊന്നു. ഞാൻ ചെന്നു. കരടി മാമൻ സംസാരിക്കോ? പിന്നെ കരടി മാമൻ സംസാരിച്ച കാര്യം മക്കൾ ആരോടും പോയി പറയരുത് കേട്ടോ. ഇല്ല, ഞാനും പറയില്ല. കരടി മാമന് ഭയങ്കര വിശപ്പ്. എന്താ വേണ്ടത്? മനുഷ്യൻ കഴിക്കണത് എന്തായാലും മതി. ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ സിഗരറ്റ് കിട്ടണേ അതും. കരടി മാമൻ സിഗരറ്റ് വലിക്കോ? കൂട്ടി കിടന്ന് ബോറടിക്കുമ്പോ വലിക്കാനാ. ആരും കാണാതെ കൊണ്ടുവരണം. ഒരു തീപ്പെട്ടി എടുത്തോ. ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് നീക്കി. നല്ല മക്കള്. കഴിച്ചോ, കഴിച്ചോ, വേഗം കഴിച്ചോ. സിഗരറ്റ് കരടി മാമൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക? എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല. ഇപ്പൊ കാര്യങ്ങൾ ബോധ്യമായല്ലോ. നമ്മൾ ഒറിജിനൽ കരടിയാണ് പിടിച്ചത്. സംഗതിയൊക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ മേക്കപ്പ് വയ്ക്കണമെങ്കിൽ രൂപ 15,000 ആദ്യം എത്തിക്കണം. 5000 രൂപയല്ലേ താൻ പറഞ്ഞേ? കരടി വേഷം ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ രൂപ 10,000-ഓളം ഞാൻ ഈ ആസ്പത്രി കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കേണ്ടി വരും. അത് കൂടി ചേർത്താ ഞാൻ പറഞ്ഞു. എല്ലാം തരാം. പക്ഷെ നമ്മുടെ മണിക്കരടി എങ്ങനെ കണ്ടുപിടിക്കും? നാളെ അഞ്ജുവിന്റെ കല്യാണമാ. ഏതഞ്ചു? അവൻ സ്നേഹിക്കുന്ന പെണ്ണ്. ആ കല്യാണം നടക്കുന്നതിന് മുമ്പ് വിവരങ്ങൾ അവനെ അറിയിച്ച് അവിടെ എത്തിച്ചേ പറ്റൂന്ന് സുന്ദര പൂക്കാരാ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന് 6 അടി പൊക്കവും 6 പേരുടെ ശക്തിയുമുള്ള അത്ഭുത കരടിയുടെ അഭ്യാസ പ്രകടനങ്ങൾ മനുഷ്യ ചേഷ്ടകളുമായി ഇന്ന് ജെമിനി സർക്കസിൽ അരങ്ങേറുന്നു. സിഗരറ്റ് വലിക്കുന്ന കരടി, ക്രിക്കറ്റ് കളിക്കുന്ന കരടി, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കരടി. വരുവിൻ, കാണുവിൻ. എന്തോരാലോചന? സിഗരറ്റ് വലിക്കുന്ന കരടി അത് നമ്മുടെ മണിക്കരടി ആകാനാണ് സാധ്യത. അതെങ്ങനെ മനസ്സിലായി? മൃഗഭാഷ പഠിച്ചവനാണ് ഞാൻ. ഒരു മൃഗത്തെ കണ്ടാൽ അറിയാം അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഈസ്റ്റ് വേസ്റ്റ് കൃഷ്ണൻ, ഗൾഫിൽ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്ന ആളാ. ഇത് അബ്ദുള്ള അൽ മൊഹമ്മദീൻ മുസ്തഫ, അറബിയ. ഇവിടെ അറബി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? രക്ഷപ്പെട്ടു. രേസ്പെട്ടു എന്ന് വെച്ചാൽ അറബിയിൽ പരിപാടികൾ ബുക്ക് ചെയ്യാമെന്ന ആളാന്നർത്ഥം. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സർക്കസുകാരെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സിനിമാക്കാരെ ഒന്നും കിട്ടാഞ്ഞിട്ടാണോ? അതെ അതെ, ഇതിനു മുമ്പ് സിനിമാക്കാരുടെ ഒരു പരിപാടി ഗൾഫിൽ അവതരിപ്പിച്ചതിന് കിട്ടിയതാ കരടി മാന്തിയെ പോലുള്ള ഈ പാട്. ഇന്ത്യക്ക് വെളിയിൽ എവിടെ ചെണ്ടപ്പുറത്ത് കോല് വെച്ചാലും സിനിമാക്കാരവിടെ പറന്നെത്തും. എങ്കിലും പാവ നിർമ്മാതാക്കളെ വഴിയാധാരമാക്കാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ സർക്കസ് ബുക്ക് ചെയ്യുന്നത്. പറഞ്ഞു കേട്ടില്ലേ? ഞങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണണം. പിന്നെ എല്ലാ മൃഗങ്ങളെയും. അതായത് ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും. അതിൽ അത്ഭുത കരടിയെ പ്രത്യേകിച്ച് കാണണമെന്നാ അദ്ദേഹം പറയുന്നത്. ശരി, അങ്ങോട്ട് പോവാം. ഇൻഷാ അല്ലാ. ഇതാണ് ഞങ്ങളുടെ പുതിയ കരടി. ഗൾഫിലേക്ക് കരടി മസ്റ്റാ. ഗൾഫിലേക്ക്? അതെ. അയ്യോ, എന്നെ കൂടെ കൊണ്ടുപോകും. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കരടി അഭ്യാസങ്ങൾ കാണിക്കൂ. എങ്കിൽ ഇയാളെ മുക്കിയിരിക്കുന്നു. താങ്ക് യു.
കൺഗ്രാചുലേഷൻ മിസ്റ്റർ നെൽസൺ. കരടി അഭ്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങിയല്ലേ? വെരി ഗുഡ്. No problem. His name Tomas Godovarsky. വിദേശ പ്രോഗ്രാമിന്റെ റേറ്റ് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷെ 2 ദിവസം ഇവിടെ താമസിച്ച് പരിപാടികൾ മൊത്തം ഒന്ന് ഞങ്ങൾക്ക് കാണണം. അതിന് ഞങ്ങൾക്ക് ഇവിടെ താമസ സൗകര്യം വേണം. ഓഫ് കോഴ്സ്. അതെ അതെ. അതിനകത്ത് ഇവിടെ താമസിക്കുകയും ചെയ്യാലോ. നമസ്കാരം. അകത്തോട്ട് ഇരുന്നോ. ചേച്ചി ഒരു ചോദ്യം. ഓ താങ്ക്സ്. കല്യാണത്തിന് വരില്ലേ? ക്ഷണിച്ചിട്ട് വന്നതല്ല. നാളെ നിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞ് ശപിക്കാനും വന്നതല്ല. എന്റെ മരുമോളായിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഒന്ന് കാണണമെന്ന് തോന്നി. എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല മോളെ. അമ്മേ, എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയേനെ. ഒരു നിശ്ചയവുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യും മോളെ? അമ്മേ, എനിക്ക് ഉറപ്പുണ്ട് നാളെ മുഹൂർത്തത്തിന് മുമ്പ് മണിച്ചേട്ടൻ എത്തുന്നു. അവനെ നീ കണ്ടോ? കണ്ടു. പക്ഷേ ഇപ്പൊ എവിടെന്നറിയില്ല. എന്നാലും വരാതിരിക്കില്ല. മണിയണ്ട മണിയണ്ട, എഴുന്നേക്കടാ എഴുന്നേക്ക്. ഞങ്ങളാ വാസു, എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കു വാസുട്ടാ. അതിനുവേണ്ടി ഞങ്ങൾ വന്നത്. നാളെ നിന്റെ അഞ്ജുവിന്റെ വിവാഹമാണ്. മുഹൂർത്തത്തിനു മുമ്പ് അവളെ രക്ഷിച്ചില്ലെങ്കിൽ അവള് വല്ല കടുങ്കയും ചെയ്തേക്കും. പറഞ്ഞുകൊണ്ട് കണ്ട് ഈ പൂട്ടും തല്ലി പൊളിക്ക്. എടാ മേക്കപ്പേ, പൂട്ട് തല്ലി പൊളിക്കടാ. സുന്ദരന്ന് വേഗം വേഗം വേഗം. മണിയണ്ട ഒന്ന് അഴിച്ചേരോ? അതിന് അഴിക്കാനുള്ള റിമൂവർ എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഓടിക്കോ. ഓടിക്കോ. സുന്ദര ഓടാ. അല്ല, നീ ഇതെങ്ങോട്ട് പോവാ? ഇനിയുള്ള ജീവിതം വല്ല കാട്ടിലോ മറ്റോ ജീവിച്ചു തീർക്കാൻ പോവാ. നാളെ മോർണിംഗ് ഷോയ്ക്ക് കരടിയുടെ അഭ്യാസങ്ങൾ വെച്ചിരിക്കുക. ആ കരടിക്കാണെങ്കിൽ ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല. നാട്ടുകാരും സർക്കസുകാരും എടുത്തിട്ട് പൂച്ചു നിർമ്പ് ഞാൻ അങ്ങോട്ടെങ്കിലും മുങ്ങാൻ പോവാ. ഞാനും കൂടെ വരാം. പുറത്തെന്താ ഒരു ബഹളം? അയ്യോ, നമ്മുടെ കള്ളിയെങ്ങാനും വിളിച്ചതായോ? ഒന്നുള്ളേ ഞാൻ നിന്നോടല്ലേ ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ കരടിയല്ല. പിന്നെ കരടി വേഷം കെട്ടിയ മനുഷ്യനല്ല. ഞാൻ പറയാം. നാളെ മുഹൂർത്തത്തിന് മുമ്പ് എനിക്ക് അഞ്ജുവിനെ കാണണം. ചേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഇന്ന് ഇവിടുന്ന് പുറത്തിറക്കാൻ പറ്റില്ല. എല്ലാരും ഉണർന്നിരിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യും? നാളെ രാവിലെ ഞാൻ നിന്നെ പുറത്തിറക്കാം. പകരം നീ എനിക്ക് വേണ്ടി സർക്കസിൽ അഭ്യാസങ്ങൾ കാഴ്ചവെക്കും. ആരും പേടിക്കണ്ട. കരടി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. പേടിക്കണ്ട.